ഹലോ ഗൈസ്, ഇന്നലെ നമ്മൾ CJ റോയിയുടെ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് ദുരൂഹതകളുള്ള ഒരു മരണമായിരുന്നു CJ റോയ്. ഒരുപാട് ആശയുണ്ട്, ആയിരക്കോടിക്കണക്കിന് ആശയുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സമാധാനം ഇല്ലെങ്കിൽ പിന്നെ ആർക്കും എന്തും സംഭവിച്ചേക്കാം. അതുമല്ല, എനിക്ക് ഇന്നലെ തോന്നിയൊരു കാര്യം, ഇന്നലെ ഈ ശവസംസ്കാര ചടങ്ങിലും CJ റോയ് മരിച്ചതിന് ശേഷവും ഞാൻ അവരുടെ ഫാമിലിയൊക്കെ ശ്രദ്ധിച്ചു. ഫാമിലിക്കൊന്നും അത്ര വലിയൊരു ഫീലിങ്സ് എനിക്ക് കാണുന്നതായി തോന്നുന്നില്ല അവരുടെ മുഖത്ത്. അവർ സിമ്പിളായിട്ടാണ്, എസ്പെഷ്യലി ആ മകനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മകൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നിട്ടില്ല. ചിലപ്പോൾ അവൻ്റെ കോൺഫിഡൻസ് ആയിരിക്കാം, ബിക്കോസ് കോൺഫിഡൻസ് ഗ്രൂപ്പ് അല്ലേ, അയാൾക്ക് മാത്രമേ കോൺഫിഡൻസ് ഇല്ലാതിരുന്നിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ പേരിനെ പറ്റിയ ഒരു സംഭവമല്ല അയാൾ ചെയ്തത്. പക്ഷേ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്, ഇത്രയും സ്നേഹിച്ച് ഇത്രയും കോടികളുള്ള അയാളുടെ മക്കൾ, അയാളുടെ അനിയന്മാർ, ഏട്ടന്മാർ, അവർക്കൊന്നും ഒരു മൈൻഡേ ഇല്ല, അങ്ങനത്തെ ഒരു ഫീലിങ്സേ ഇല്ല. അതിൽ കാര്യമായിട്ട് എനിക്ക് ഫീലിങ്സ് തോന്നിയത് അയാളുടെ അമ്മയിൽ മാത്രമാണ്. അമ്മയ്ക്ക് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണല്ലോ, എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അമ്മ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അത് ഏത് ക്രിമിനലായാലും ഏത് വില്ലനായാലും ആരാവട്ടെ, മക്കളെ അമ്മ പ്രൊട്ടക്റ്റ് ചെയ്യും. അതാണ് അതിൻ്റെ ലോജിക്ക്. പക്ഷേ ഇയാളെ ഈ അറ്റംപ്റ്റ് എനിക്ക് എന്തൊക്കെയല്ലോ ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ IT റെയ്ഡിൽ പേടിച്ചിട്ടാണ് അയാൾ പോയിട്ട് ഈ ആത്മഹത്യ ചെയ്തതെന്നൊക്കെ. IT റെയ്ഡൊന്നും എനിക്ക് തോന്നുന്നില്ല, അതൊരു സംഭവമായിട്ട് അയാൾക്ക് തോന്നുന്നില്ല. അത് കോമൺ ആണ്, അത് ഇന്ത്യയിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന. ഇപ്പം ഈ BJP സർക്കാർ വന്ന പിന്നെ ഒരു ഡെയിലി എന്നുള്ള രീതിയിൽ എല്ലാവരും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ റെയ്ഡും കാര്യങ്ങളും. പക്ഷെ അതൊരു അയാൾക്കൊരു ഇങ്ങനൊരു സംഭവത്തിലേക്ക് നയിക്കാൻ അയാളത് ഈ IT റെയ്ഡിലൂടെ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഇത്ര ഒരു വലിയ പണക്കാരൻ, അയാൾക്ക് എന്തോന്നാലും ഫൈൻ ചെയ്ത് അയാൾക്ക് ഊരിപ്പോരാ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും സംഭവിക്കാനുമില്ല. പക്ഷെ ഇതിൽ എന്തൊക്കെയോ ഫാമിലി ഇഷ്യൂസ് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ അച്ഛനായിട്ട് അത്ര ബന്ധങ്ങളില്ലാത്ത പോലെ, അവരെയായിട്ട് നല്ലൊരു അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത പോലെ അവരെ ഈ ശവസംസ്കാരത്തിലെങ്കിൽ എനിക്ക് തോന്നിയതാണ്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, ചിലപ്പോൾ അല്ലാതായിരിക്കാം. ബാക്കിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെത്തിയിട്ട് അവർ പറയുമല്ലോ. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ള എന്നോട് ഒന്ന് കമൻറ്റ് ചെയ്തറിയിക്കുക. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു സോ മച്ച്.